ഇതിനു മുമ്പ് ഒരു മൊബൈൽ ഗെയിമിൽ ഇത്ര ഗ്രാഫിക്സ് ഞാൻ കണ്ടിട്ടില്ല, ഇത്ര ഡീറ്റെയിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ മക്കളെ, ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു എനിമീനെ നമ്മൾ അടിച്ചിടണം. ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു ഗെയിമിലേക്ക് പോവാം, എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നോർമലി നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഒരു 5 GB ഗെയിം അല്ലെങ്കിൽ മാക്സിമം ഒരു 10 GB ഗെയിമൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു 50 GB ആക്കി ഒരു കമ്പ്യൂട്ടർ ഗെയിമിന്റെ സൈസ് വരുന്ന ഗെയിം ആൻഡ്രോയിഡ് ഫോണിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുന്നത്? എങ്കിൽ അങ്ങനെ ഒരു അടിപൊളി ഗെയിം വന്നിട്ടുണ്ട്. ഏകദേശം 50 GB വരുന്ന ഹൈ ഗ്രാഫിക്സ് ആയിട്ടുള്ള ഒരു കിഡിലൻ ഗെയിം. ഒറ്റ ലുക്കി കണ്ടു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഗെയിം ആണെന്ന് വിചാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ PS5 ഗെയിം ആണെന്ന് വിചാരിക്കത്തുള്ളൂ. ഇനി ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വേറെ ഏതല്ല ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്ന വേർ വിൻസ് മീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആൻഡ്രോയിഡ് ആൻഡ് iOS മൊബൈൽ ഗെയിമാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഗെയിം. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഈ ഒരു ഗെയിം ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല. പക്ഷേ നമ്മൾ സംഭവം ഒപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു IQ15 ഈ ഒരു ഗെയിം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഗെയിമിന്റെ ഒരു റിവ്യൂ, അതുപോലെ ഈ ഒരു ഗെയിമിന്റെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ്, എത്ര ഗ്രാഫിക്സ് ഉണ്ട്, 50 GB ഗെയിം ഇതുണ്ടോ, വെറുത്താണോ, അതുപോലെ ഈ ഒരു ഗെയിം എങ്ങനെയാണ് പോകുന്നത്, ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ ശരിക്കും കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന ഫീൽ കിട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞ് സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതുപോലത്തെ അടിപൊളി വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കം ഓൺ. അപ്പൊ നമ്മളിവിടെ ഫൈനലി വേർ വിൻസ് മീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ഇവിടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ആയപ്പോൾ തന്നെ എന്നെ ഞെട്ടിച്ചത് ഇതിന്റെ ഗ്രാഫിക്സ് ആണ്. കാരണം ഇതിനു മുമ്പ് ഒരു മൊബൈൽ ഗെയിമിൽ ഇത്ര ഗ്രാഫിക്സ് ഞാൻ കണ്ടിട്ടില്ല, ഇത്ര ഡീറ്റെയിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഒരു ഗെയിമിൽ ഇപ്പോൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇതിലത്തെ ഓരോ ക്യാരക്ടറുകളെ നമ്മളെ പരിചയപ്പെടുത്തേണ്ടതാണ്. ആ ഒരു ഗെയിമിലേക്ക് പോകണേക്കാളും മുമ്പ് ആ ഒരു പരിചയപ്പെടുത്തുമ്പോൾ തന്നെയുള്ള സ്റ്റൈലായാലും അല്ലെങ്കിൽ ആ ഒരു രീതി ആയാലും അത്യാവശ്യം നല്ല അടിപൊളിയുണ്ട്. ഒരു കൺസോൾ ഗെയിമിൽ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തൊരു നല്ല പണി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഗെയിമിന്റെ സ്റ്റാർട്ടിങ്ങിലത്തെ ഈ ഒരു പോർഷൻ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ഇവിടെ ഫൈനലി ഗെയിം പ്ലേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ജസ്റ്റ് കുതിരപ്പുറത്ത് ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ മുതൽ നമുക്ക് ഒരു ഗെയിം കൺട്രോൾ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് മിഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുതിരപ്പുറത്ത് പോകുമ്പോൾ നമ്മൾ എനിമീസ് കണ്ടോ ഇതുപോലെ അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവരെ തിരിച്ചടിക്കണം. ഇവിടെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ ക്യാരക്ടർ, അതായത് നമ്മുടെ ക്യാരക്ടറിന്റെ ആ ഒരു മൂവ്മെന്റ്സ് ആണ് അടിപൊളിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ചവിട്ടുമ്പോൾ ആയാലും അതുപോലെ തന്നെ വാളെടുത്ത് വെട്ടുമ്പോൾ ആയാലും അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇത്ര നേരം എനിമീസ് കുതിരപ്പുറത്ത് വന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്തെങ്കിൽ ഇപ്പോൾ വീടിന്റെ മുകളിലൊക്കെ നിന്നിട്ടാണ് നമ്മളെ അമ്പ് ചെയ്തൊക്കെ കൊല്ലാൻ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലും അമ്പ് ഉണ്ടാവും. നമ്മൾ നൈസായിട്ട് എയിം ചെയ്തിട്ട് എല്ലാവരെയും അടിപൊളിയായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തിടണം അമ്പ് വെച്ചിട്ട്. അതാണ് ഇനി ഇവിടുത്തെ ഒരു മിഷൻ പോലെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു മെയിൻ മിഷൻ അല്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു കുതിരപ്പുറത്ത് പോകുമ്പോൾ നമ്മളെ എനിമീസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നു, നമ്മൾ അവരെല്ലാം കൊന്നിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു മിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്ത് രസമുള്ള അമ്പെടുത്ത് എല്ലാവരെയും കൊല്ലാനായിട്ട്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. എനിമീസ് ഇങ്ങനെ ചെറപറാന്ന് കൊള്ളുമ്പോൾ അവിടെ തീ പിടിച്ച് ഒരുത്തൻ ചത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു മിഷനാണ്, അല്ലെങ്കിൽ ലെവൽ 1-ത്തെ ഒരു മെയിൻ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുല്ലിന്റെ കളറൊക്കെ മാറി റെഡായി. ആ ഒരു വൈബേ മൊത്തത്തിൽ മാറി. ഫുൾ തീയും പുകയും റെഡ് കളർ പുല്ലും വേറെ വൈബിലോട്ടാണ് ഈ ഒരു ഗെയിം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി ഇവിടെ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു എനിമീനെ നമ്മൾ അടിച്ചിടണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ലെവലത്തെ ആ ഒരു വലിയ ഫൈറ്റ്. ഈ ഒരു ഫൈറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിലത്തെ ഏറ്റവും ചെറിയ, അതായത് ബേസ് ലെവലിലുള്ള ഫൈറ്റ് ഇതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫൈറ്റ് ആണ് നമുക്കിത്. ഓക്കെ, ഇവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്ക് ചെറിയ വില്ലന്മാരാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് വലിയ വില്ലൻ വരാത്ത, ഈ ചെറിയ വില്ലൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറച്ച് ചെറിയ വില്ലന്മാർ വരും. അവരെല്ലാം നമ്മൾ അടിച്ചിടണം. അടിച്ചിട്ടാൽ മാത്രമേ ആ ഒരു വലിയ വില്ലൻ നമ്മുടെ മുമ്പിലേക്ക് വരുള്ളൂ. ഇതുകൂടാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മൾ ഇതിലത്തെ ഓരോ വില്ലന്മാരെ കൊല്ലുമ്പോൾ നമുക്ക് ഓരോ എബിലിറ്റീസ് ഇവിടെ അൺലോക്ക് ആവുന്നുണ്ട്. ബട്ടനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ ഒന്നും നോക്കാണ്ട് എല്ലാത്തിനും ചറപറാന്ന് വെട്ടി അടിപൊളിയായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലത്തെ ഫൈറ്റ് വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓരോ എനിമീസിനെ ഇടിക്കുമ്പോൾ ആയാലും നമ്മുടെ മൊബൈൽ നൈസായിട്ട് വൈബ്രേറ്റ് ആവും. ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്തായാലും നല്ല സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു ഗെയിമിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ വെട്ടുമ്പോൾ എഫക്റ്റ് ആയാലും അല്ലെങ്കിൽ ചാടുമ്പോൾ എഫക്റ്റ് ആയാലും ആ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു ഗെയിമിൽ സാറ്റിസ്ഫാക്ഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ള ചെറിയ എനിമീസിനെ എല്ലാം കൊന്നു തീർത്തു. ഇനിയാണ് ഇവിടെ കാണുന്ന ഈ ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള മെയിൻ വില്ലനെ നമ്മൾ കൊല്ലേണ്ടത്. മെയിൻ വില്ലൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിലത്തെ മെയിൻ വില്ലൻ എന്ന് വിചാരിക്കരുത്. ഈ ഒരു ഗെയിമിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ വില്ലനാണ്. പക്ഷെ നമുക്കിത് വലിയ വില്ലൻ, അതുകൊണ്ടാണ് ഞാൻ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ വില്ലനെ അങ്ങ്
വെട്ടുന്നുണ്ട്. ഒരു മോൺസ്റ്റർ പോലത്തെ വില്ലനാണ്, എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചാടിയും പറന്നൊക്കെ വെട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പുള്ളിയുടെ കയ്യിൽ വലിയ വാളായിട്ടിരിക്കുന്നുണ്ട്, എൻ്റെ കയ്യിൽ കുഞ്ഞു വാളാണ്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല, നമ്മളങ്ങ് ചറ പറന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമുക്കിവിടെ എബിലിറ്റീസ് ഓരോന്ന് അൺലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൂടാണ്ട് ഇതിലൊരു സ്പെഷ്യൽ സാധനമുണ്ട്. അതായത് ഇവിടെ കാണുന്ന ഒരു കുതിരയുടെ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടറിന് ഒരു കുതിരനെ കിട്ടും, ഫയർ ആയിട്ട്. അതിൽ തീ പിടിച്ചിട്ടുള്ള ഒരു കുതിരനെ കിട്ടും. അതിനെ വെച്ച് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങളിവിടെ കാണുന്ന പോലെ ഓക്കെ, നമ്മളിവിടെ എനിമിനെ നല്ല രീതിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ ഒരു എനിമിയുടെ ലൈഫ് വളരെ ചെറുതായിട്ടേ കുറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, വളരെ വളരെ ചെറുതായിട്ട് കുറയുന്നുള്ളൂ. ഇത് ഈ ഒരു ഗെയിമിലത്തെ ഫസ്റ്റത്തെ ബേസ് വില്ലനാട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു ഗെയിമിന്റെ ഫൈനൽ ലെവലൊക്കെ വരുമ്പോൾ വില്ലൻ ഏത് ലെവലായിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ നമ്മൾ എനിമീനെ ഫുള്ളി കൊന്നിട്ടുണ്ട്. ഈ ഒരു മോൺസ്റ്ററിനെ വെട്ടി നുറുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് നെക്സ്റ്റ് ലെവലിലോട്ടാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്നത്. ഇനിയാണ് ശരിക്കും ഈ ഒരു ഗെയിമിന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റാർട്ടിങ് വരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് നല്ല രീതിക്ക് കൂടിപ്പോവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു വേർ വിൻസ് മീറ്റ് എന്ന് പറയുന്ന ഗെയിമിന്റെ ഗെയിം പ്ലേ ഇവിടെ കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെട്ടോ? എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിന്റെ സ്റ്റോറി മൂഡാണ്. അതായത് ശരിക്കും ഒരു സിനിമ കാണുന്ന ഫീലിലാണ് ഈ ഒരു ഗെയിം പോകുന്നത്. നമ്മൾ നല്ല രീതിക്ക് ഒരു ഗെയിമിലേക്ക് ഇൻവോൾവ് ആയി പോകുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്രാഫിക്സ് ആണ്. അത്യാവശ്യം നല്ല സ്റ്റോറി മൂഡും എല്ലാം ഉണ്ടെങ്കിലും ഗ്രാഫിക്സും കൂടി ഉണ്ടെങ്കിലാണ് ഈ ഒരു ഗെയിം കളിക്കാൻ രസം ഉണ്ടാവത്തുള്ളൂ. ആ ഒരു ഗ്രാഫിക്സും അത്യാവശ്യം നല്ല രീതിക്ക് ഈ ഒരു ഗെയിമിൽ മെയിൻറ്റെയിൻ ആയി പോയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫൈറ്റിംഗ് ആണ്. നോർമലി ഇപ്പോഴുള്ള ഒരു ഫൈറ്റിംഗ് അല്ല, ഇതൊരു ചൈനീസ് ട്രഡീഷണൽ ഗെയിം ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് മാർഷൽ ആർട്സ് ഉണ്ട്, സാമുറായി ഫൈറ്റ്, നിഞ്ച ഫൈറ്റ്, അതുപോലത്തെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അത് നല്ല രീതിക്ക് ഇതിൽ കളിക്കുമ്പോൾ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അതായത് നമ്മൾ ഈ ബട്ടൺസ് ഒക്കെ നക്കി ചാടുമ്പോഴും ഫൈറ്റ് ചെയ്യുമ്പോഴും വാളെടുത്ത് വെട്ടുമ്പോഴൊക്കെ ആ ഫീല് ശരിക്കും ഈ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കംപ്ലീറ്റ്ലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെയുള്ള കാര്യം, ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു ഗെയിമിലേക്ക് പോവാം, എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം. അതും ഈ ഒരു ഗെയിമിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു IQ15 ഒരു ഗെയിം കളിച്ചിട്ട് ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്, പക്ഷേ എവിടെയും ലാഗ് ആവുന്നില്ല. 60 FPS വരെ നമുക്ക് ഈ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ട്. അതും ഈ ഒരു ഗെയിം എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണമുണ്ട്. ഈ ഒരു ഗെയിം ഈ ഒരു ഫോണിൽ ലാഗ് ആവുന്നില്ല, സ്മൂത്ത് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. നോർമലി ഒരു കൺസോൾ ലെവലുള്ള ഗെയിം ആൻഡ്രോയിഡിലേക്ക് വന്നാലും ലാഗ് അടിക്കും, എത്ര വലിയ ഫോണാന്ന് പറഞ്ഞാലും. പക്ഷേ ഈ ഒരു ഫോണിൽ ഈ ഒരു ഗെയിം സ്മൂത്ത് ആയിട്ട് വർക്കും ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിന് എത്ര റേറ്റിംഗ് ഞാൻ കൊടുക്കുന്ന വെച്ചാൽ 10ൽ ഒരു 8 റേറ്റിംഗ് ഉറപ്പായിട്ടും ഈ ഒരു ഗെയിമിന് എന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കും. കാരണം എനിക്ക് കളിച്ചു നോക്കിയിട്ട് ഈ ഒരു ഗെയിം ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഇനിയിപ്പോ ഞാൻ ഇട്ട് പറഞ്ഞുകൊണ്ട് ഗെയിം ഇന്ത്യയിൽ റിലീസ് ആകുമ്പോൾ തകർന്നു പോവോ ഗൈസ്, എങ്കിലും കുഴപ്പമില്ല, ഹെഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ചുമ്മാ പറഞ്ഞാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഗെയിം വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് പുറത്ത് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഗ്ലോബലി ലോഞ്ച് ആയിട്ടുണ്ട്. ഡിസംബർ 15, 25 എന്തൊക്കെ ആയിട്ടാണ് റിലീസ് ആയത് ഈ ഒരു ഗെയിം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിലൊന്നും തപ്പാൻ കിട്ടില്ല, പക്ഷെ പുറത്തത്തെ ഒരുപാട് സ്ഥലത്തെ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ഗെയിം ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത്, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം ഡൗൺലോഡ് ചെയ്യാം. വേറെ കേസ് എന്ന് വെച്ചാൽ ഈ ഒരു ഗെയിം ഏകദേശം ആൻഡ്രോയിഡ് എനിക്ക് തോന്നുന്നു 37 GB, iOS വരുമ്പോൾ 47 GB അടുത്തൊക്കെയാണ് വരുന്നത്. ഇത്ര ഫയൽ സൈസ് ഉള്ള ഗെയിം ഇത് ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് ഉണ്ടെന്നേ തോന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ഒറ്റയടിക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യം ഈ ഒരു ഗെയിമിന്റെ സൈസ് പറഞ്ഞപ്പോൾ വിചാരിച്ചു ഒറ്റയടിക്ക് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കണം എന്നാണ്. പക്ഷേ അങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു 15 GB എത്ര ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് സ്റ്റോറി ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പാർട്ട് വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഒരു 4 GB ഡൗൺലോഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോരോ ലെവലുകൾ വരുമ്പോഴാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പോകേണ്ടത്. അങ്ങനെയാണ് ടോട്ടലി ഒരു ഗെയിം ഏകദേശം 50 GB അടുത്ത് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു വെർത്ത് ആയിട്ടുള്ള ഗെയിം തന്നെയാണ് ഈ ഒരു വേർ വിൻസ് മീറ്റ്. അപ്പൊ ഒന്നും നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തു, ഗെയിമിംഗ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ. അപ്പൊ എന്തായാലും അടുത്ത അടിപൊളി ഗെയിമിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ ആ ഒരു വീഡിയോ കാണുന്നവരെ ബൈ.